ലുങ്കിവാല വിവാദത്തിൽ ജോൺ ബ്രിട്ടാസ് എംപിക്കെതിരെ കൗണ്ടർ നോട്ടീസ് നൽകി ബിജെപി എംപി സുഷ്മിത ദേവ്. രാജ്യസഭയിൽ അവകാശ ലംഘനത്തിനാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ബ്രിട്ടാസ് മതപരമായ പരാമർശങ്ങൾ നടത്തിയെന്നാണ് ആക്ഷേപം. സഭാരേഖകൾ പരിശോധിക്കണമെന്നും ആവശ്യമുണ്ട്. ബ്രിട്ടാസ് നൽകിയ അവകാശ ലംഘന നോട്ടീസിന് പിന്നാലെയാണ് ഇപ്പോൾ കൗണ്ടർ നോട്ടീസ് നൽകിയിട്ടുള്ളത്. ആദിൽ പാലോട് വിവരങ്ങൾ നൽകും. അതിൽ ഇന്നലെ ഒറ്റക്കെട്ടായി കേരളത്തിൽ നിന്നുള്ള എംപിമാർ ഈ ലുങ്കിവാല പരാമർശത്തിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്നത് നമ്മൾ കണ്ടു. അത് കേരളത്തോടും തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളോട് തന്നെയുള്ള ഒരു അപമാനമാണ്. അതിപ്പോൾ കേന്ദ്രത്തിൻ്റെയും BJP-യുടെയും ഒരു ഉള്ളിലിരിപ്പ്, ഒരു നിലപാട് പുറത്തു വന്നതാണ് എന്നുള്ള തരത്തിൽ ശക്തമായ പ്രതിഷേധം. അപ്പോഴാണ് ഇത്തരത്തിലൊരു കൗണ്ടർ നോട്ടീസ് വരുന്നത്. എന്താണ് ഇതിൻ്റെ ഉള്ളടക്കം? സുഷ്മിത ദേവ് BJP-യിൽ നിന്നുള്ള എംപിയാണ്. ആദ്യം മഹിളാ കോൺഗ്രസിന്റെ അധ്യക്ഷയായിരുന്നു. കോൺഗ്രസിൽ നിന്ന് TMC-യിലേക്കും തൃണമൂലിൽ നിന്ന് പിന്നീട് BJP-യിലേക്കും പോയ എംപിയാണ് സുഷ്മിത ദേവ്. കഴിഞ്ഞ ദിവസം സുഷ്മിത ദേവ് നടത്തിയ ലുങ്കിവാല പരാമർശമാണ് വലിയ തോതിൽ വിവാദമാവുകയും കഴിഞ്ഞ ദിവസം സഭയിൽ തന്നെ ഈ വിഷയം ചർച്ചയ്ക്ക് വരികയും ചെയ്തത്. ഇതിൽ അവകാശ ലംഘന നോട്ടീസ് ജോൺ ബ്രിട്ടാസ് MP നൽകിയിരുന്നു. ആ നോട്ടീസിനൊരു കൗണ്ടർ നോട്ടീസ് എന്ന രൂപത്തിലാണ് ഇപ്പോൾ സുഷ്മിത ദേവ് കൂടി അവകാശ ലംഘനത്തിന് ബ്രിട്ടാസിനെതിരെ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ജോൺ ബ്രിട്ടാസിന്റെ പരാമർശങ്ങൾ പലതും മതകീയമായിരുന്നു. പലപ്പോഴും അധിക്ഷേപ പരാമർശങ്ങൾ തന്റെ പ്രസംഗത്തിൽ ബ്രിട്ടാസ് ഉൾപ്പെടുത്തിയെന്ന് ആക്ഷേപിച്ചുകൊണ്ടാണ് അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. സഭാരേഖകൾ പരിശോധിക്കണം എന്ന ആവശ്യം കൂടി ഈ അവകാശ ലംഘന നോട്ടീസിന്റെ ഭാഗമായി സുഷ്മിത ദേവ് ആരോപിക്കുന്നുണ്ട്. താൻ ഒരിക്കലും കേരളത്തെ അപമാനിക്കാൻ ശ്രമിച്ചിട്ടില്ല. എല്ലാ സംസ്കാരങ്ങളെയും എല്ലാ സംസ്ഥാനങ്ങളെയും ഭാഗങ്ങളെയും എല്ലാം മനസ്സിലാക്കുകയും ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളാണ് താൻ എന്ന് സുഷ്മിത ദേവ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഏതായാലും ഇപ്പോൾ ബ്രിട്ടാസിന്റെ അവകാശ ലംഘന നോട്ടീസിന് എതിരെ മറ്റൊരു നോട്ടീസ് രാജ്യസഭാ ചെയർമാന് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ആരോപണ വിധേയയായിട്ടുള്ള സുഷ്മിത ദേവ് എന്ന BJP MP. ശരിയാണ്.